നമ്മൾ ഈസി ആയിട്ടൊരു കാന്താരി ഗ്രിൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരിയാണ് നമ്മൾ ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടി മെയിനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ നമ്മളൊരു 1 മണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കൂട്ട് നമുക്ക് തയ്യാറാക്കാം. കാന്താരിയുടെ കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പച്ച കുരുമുളക്, അതേപോലെ തൊടിയിലെ പച്ച കാന്താരി, ഇത്രയൊക്കെയാണ് എടുത്തത്. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. നമ്മൾ ആദ്യം ഒരു 7 ഇല കറിവേപ്പിലയാണ് എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 10 കാന്താരി മുളക് പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വള്ളി കുരുമുളകും, ഒരു 10 പീസ് വെളുത്തുള്ളി, അതേപോലെ 10 പീസ് ചെറിയുള്ളി, ഇതൊക്കെയാണ് എടുത്തത്. പിന്നെ ഒരു 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ അരക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊടിക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അരയാത്തത് കൊണ്ട് ഞാൻ ഇതിൽ കുറച്ചുകൂടി പെരിഞ്ജീരകം ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കട്ട തൈര് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കൂട്ടാണ് നമ്മുടെ കാന്താരി ചിക്കൻ്റെ മെയിൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ചുകൂടി ബാക്കിയുള്ള പെരിഞ്ജീരകം, പിന്നെ 1 സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്യണം. ഞാനൊരു നാരങ്ങയുടെ പകുതിയാണ് ഇവിടെ എടുത്തത്. അപ്പം നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ച് ചിക്കൻ എടുക്കുക. പിന്നെ നമ്മുടെ കൂട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് കാന്താരിയുടെ മസാല ആഡ് ചെയ്യുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്യാൻ, കൈയൊക്കെ ചിലപ്പോൾ എരിയാൻ ചാൻസ് ഉണ്ട്. ആഡ് ചെയ്തൊരു 1 അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം നന്നായിട്ട് എല്ലാ ചിക്കനിലും പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1 അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് എടുക്കണം. അപ്പോൾ ഞാൻ ഗ്രില്ല് നല്ലോണം ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ പീസായിട്ട് ഗ്രില്ലിലോട്ട് വെക്കുകയാണ്. ചെറിയ പീസാട്ടോ ഞങ്ങൾ എടുത്തത്. നമുക്ക് വലിയ പീസാവണമെങ്കിൽ വലിയ പീസ് എടുക്കാം, ചെറുതാവണമെങ്കിൽ ചെറിയ പീസ് എടുക്കാം. നമ്മുടെ കനൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഗ്രിൽ ചിക്കൻ ഇതിലോട്ട് വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിടണം. പിന്നെ ഇതൊന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളി കാന്താരി ചിക്കൻ കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്.